Welcome, dear learners, to Niels Academy's Scientific Officer Biology. In the previous class, we discussed classification of fungi. Mainly Alexopoulos in the classification, Ainsworth in the classification, Alexopoulos and Mims in the classification, Ainsworth and Bisbee's classification ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് അപ്പൊ ആ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ദാറ്റ് ഈസ് കിങ്ഡം മൈക്കോട്ട രണ്ട് ഡിവിഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് മിക്സോമൈക്കോട്ട ആൻഡ് യൂമൈക്കോട്ട അലക്സോപോളുസിന്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം. ഓക്കെ, അപ്പൊ ഡിവിഷൻ ഫസ്റ്റ് വൺ ഇസ് മൈക്കോട്ട ആൻഡ് സെക്കൻഡ് ഡിവിഷൻ ഇസ് യൂമൈക്കോട്ട. അപ്പം ഈ മൈക്കോട്ട ഇറ്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു സബ് ഡിവിഷൻ അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മിക്സോമൈക്കോട്ട. അപ്പൊ മിക്സോമൈക്കോട്ട എന്ന് പറയുന്ന ഡിവിഷൻ ആണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. മിക്സോമൈക്കോട്ടയില് ഇറ്റ് മെയിൻലി അല്ലെങ്കിൽ ഇറ്റ് കംപ്രൈസസ് ഓഫ് സ്ലൈം മോൾസ് അല്ലെങ്കിൽ ഈ മിക്സോമൈക്കോട്ടൻ ഫംഗൈനെ സ്ലൈം ഫംഗൈ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സ്ലൈം ഫംഗൈന് ഇതിന് സം ഓഫ് ദ പ്രോട്ടിസ്റ്റൻസിന്റെയും ആനിമൽസിന്റെയും ക്യാരക്ടേഴ്സ് ഈ ഫംഗസിൽ കാണുന്നതാണ്. മെയിൻലി ദിസ് ഫംഗൈ ആർ സാപ്രോട്രോപ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ ദേ വിൽ ബി ലിവിങ് ഓൺ ദ ഡീക്കേയിങ് അല്ലെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് പ്ലാന്റ് പാർട്സ്, മരത്തിന്റെ തടി, ബാർക്ക്, ലോഗ്, അങ്ങനെ ഇലകളിലൊക്കെ ചതുപ്പ് നില, ദാറ്റ് ഈസ് ഫോറസ്റ്റ്, മാഷി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ ഇലയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് സ്പ്രെഡ് ചെയ്തിട്ട് വളർന്ന് കണ്ടിട്ടുണ്ടാവില്ല, യെല്ലോ കളർ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറിലൊക്കെ. അപ്പം ദീസ് ആർ സ്ലൈം ഫംഗസ്. അപ്പൊ അങ്ങനെ സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ ആണ് കാണുന്നത്. ചിലതെല്ലാം പാരസൈറ്റിക് ആയിട്ട് കാണുന്നുണ്ട്. ഇൻ സം ആൽഗെ, പിന്നെ അതുപോലെ ചില പ്ലാന്റ്സിലൊക്കെ പാരസൈറ്റിക് ആയിട്ടും വളരുന്നുണ്ട്. ഓക്കെ, കോമൺലി ഫൗണ്ട് സ്പീഷീസ് എന്ന് പറയുന്നത് സ്റ്റെമോണൈറ്റിസ് ആണ്. സാധാരണ ഇവിടെ കാണുന്നതാണ് സ്റ്റെമോണൈറ്റിസ്. പിന്നെ സൈബ്രേറിയ, ഡൈഡെർമ, ഡൈഡീനിയം, ട്രൈക്ക അങ്ങനെ പറയുന്ന സ്പീഷീസുകളെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ദിസ് ഇസ് പ്ലാസ്മോഡിയം ത്തിന്റെ ഫ്രൂട്ട്, ദാറ്റ് ഇസ് ഫ്രൂട്ടിംഗ് ബോഡിയാണ് ഈ കാണുന്നത്. അപ്പൊ ഇതില് ദിസ് ഇസ് സ്റ്റെമണൈറ്റിസ്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്. ഇതെല്ലാം സ്ലൈം ഫംഗസിന് എക്സാമ്പിൾസ് ആണ്. ദിസ് ഇസ് സ്ലൈം ഫംഗസ്. ഓക്കെ, സ്റ്റെമണൈറ്റിസ്, പ്ലാസ്മോഡിയം. Next, we can see the characteristic features അല്ലെങ്കിൽ salient features of this Myxomycota. അപ്പൊ ഇതിന്റെ വെജിറ്റേറ്റീവ് ബോഡി അല്ലെങ്കിൽ താലസ് എന്ന് പറയുന്നത് പറഞ്ഞു, ഇതിന്റെ പേര് പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് സ്ലൈം ഫംഗൈ ആണ് അല്ലെ. അപ്പൊ സ്ലൈം ഫംഗസ് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്ലൈമി നേച്ചർ ആയിരിക്കും കാണിക്കുന്നത്. സ്ലൈമി അല്ലെങ്കിൽ സെല്ലുലാർ മൾട്ടിന്യൂക്ലിയേറ്റ് ആയിരിക്കും കാണുന്നത്. മൾട്ടിന്യൂക്ലിയേറ്റ് മാസ് പ്രോട്ടോപ്ലാസം, അങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. മൾട്ടിന്യൂക്ലിയേറ്റ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം, അങ്ങനെയായിരിക്കും ഇതിന്റെ വെജിറ്റേറ്റീവ് പ്ലാന്റ് ബോഡി കാണുന്നത്. ഓക്കെ, എങ്ങനെയാണ് വെജിറ്റേറ്റീവ് പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ താലസ് എന്ന് പറയുന്ന ആക്റ്റീവ്ലി മൂവിങ് ആയിരിക്കും, സ്ലൈമി ആയിരിക്കും, സെല്ലുലാർ ആയിരിക്കും, മൾട്ടിന്യൂക്ലിയേറ്റ് ആയിരിക്കും, മേ ബി സിൻസൈറ്റൽ ഓർ സീനോസൈറ്റിക് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം, അതിനെയാണ് പറയുന്നത് പ്ലാസ്മോഡിയം. ഓക്കെ, പ്ലാസ്മോഡിയം ഹോളോകാർപ്പിക് ആയിരിക്കും ആൻഡ് ഡിപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, ഹോളോകാർപ്പിക്കും ഡിപ്ലോയിഡും ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് സിംഗമി. ഓക്കെ, ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് അമീബോയിഡ് ടൈപ്പ് ആയിരിക്കും. എന്ന് വെച്ചാല് വിത്തൗട്ട് ഡെഫിനറ്റ് ഫോമും ഷേപ്പ് ഒന്നും കാണില്ല. ഫ്രീ ലിവിങ് ഫോം ഓഫ് പ്ലാസ്മോഡിയം ആണ്. അതിന് ഷേപ്പ് സെൽ വാളോ അങ്ങനെയൊന്നും കാണില്ല. ഓക്കെ, അതാണ് അമീബോയിഡ് ആൻഡ് ഫ്രീ ലിവിങ് നേച്ചർ ആയിരിക്കും കാണുന്നത് ഈ പ്ലാസ്മോഡിയത്തിന്. ദെൻ ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ ഈ പ്ലാസ്മോഡിയം എല്ലാം കൂടെ ഓർഗനൈസ് ചെയ്തിട്ട് ഒരു ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് മാറും. അതിനെയാണ് സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തെന്നാ പറയുന്നത് ഫ്രൂട്ടിംഗ് ബോഡീനെ? സ്പൊറാഞ്ചിയ. അപ്പൊ ഫ്രീ ലിവിങ് ആണ് പ്ലാസ്മോഡിയം,
and during the time of reproduction, the entire plasmodium get organized into one or more fruiting bodies. അതിന്റെ പേരാണ് sporangia. Okay. അതിനകത്ത് മൾട്ടിന്യൂക്ലിയേറ്റ് സിസ്റ്റ് ഉണ്ട്, ഇതിനെയാണ് സ്പെയറൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അപ്പൊ മനസ്സിലായല്ലോ, സ്പൊറാഞ്ചിയ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇതിന്റെ ഫ്രൂട്ടിംഗ് ബോഡീനെയാണ് സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. സ്പൊറാഞ്ചിയ ഈ പ്ലാസ്മോഡിയത്തിൽ ഇങ്ങനെ സ്പൊറാഞ്ചിയ ഫോം ചെയ്തിട്ടുണ്ടാവും. ചിലതിലൊക്കെ നമ്മൾ യെല്ലോ കളർ പിക്ചർ കാണിച്ചിരുന്നില്ലേ, അപ്പൊ അതിലിങ്ങനെ ഉരുണ്ട് കാണുന്നതായിരിക്കും സ്പൊറാഞ്ചിയ. ഓക്കെ, then ഇതിന്റെ reproductive units എന്ന് പറയുന്നത് that is haploid ആണ്, encapsulated ആണ്, encapsulated and uninucleate meiospores ആണ്. അപ്പൊ മിയോസ്പോസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക? ബൈ മിയോസിസ് എന്ന് വെച്ചാൽ മിയോസിസ് വഴി ഉണ്ടായതെന്ന് വെച്ചാൽ മിയോസ്പോസ് എങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കോ? ഇറ്റ് വിൽ ബി ഹാപ്ലോയിഡ്. അപ്പൊ ഈ സ്പൊറാഞ്ചിക്കകത്ത് മിയോസ്പോസ്, ഹാപ്ലോയിഡ് ആയിട്ടുള്ള മിയോസ്പോസ് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ സ്പൊറാഞ്ചിയം കണ്ടെയ്ൻസ് കോംപ്ലക്സ് ട്യൂബുലാർ നെറ്റ്വർക്ക്. ട്യൂബുലാർ നെറ്റ്വർക്ക് ഉണ്ട് സ്പൊറാഞ്ചിയക്ക്, അതിനെയാണ് ക്യാപിറ്റുലം കാപ്പിലിറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പൊ ഈ സ്പോസ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, മിയോസ്പോസ് എന്ന് പറഞ്ഞ ഹാപ്ലോയിഡ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ദേ ഗിവ് റൈസ് ടു ഹാപ്ലോയിഡ് മിക്സ് അമീബെ അല്ലെങ്കിൽ അതിന്റെ പേരാണ് ബൈഫ്ലജലേറ്റ് സ്വാം സെൽസ്. ഫ്ലജല്ല ഉണ്ട്. അപ്പൊ ഈ സ്വാം സെൽസ് ഹാപ്ലോയിഡ് ആണ്, ഈ മിയോസ്പോസ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞുണ്ടായതാണ്. ആൻഡ് ദിസ് സ്വാം സെൽസ് ബിഹേവ് ആസ്, എങ്ങനെയായിട്ടാണ് ബിഹേവ് ചെയ്യുന്ന? ഗാമേറ്റ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, ഹാപ്ലോയിഡ് ആണ്. And in case of sexual reproduction is oogamous type of reproduction ആണ് കാണുന്നത്. അപ്പൊ oogamous type of reproductionൽ ഇപ്പൊ ഇവിടെ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുന്നത് it is undergoing repeated nuclear division മാത്രമാണ് നടക്കുന്നത്. സൈറ്റോകിനെസിസ് നടക്കില്ല. and forms a multinucleate protoplasm. പ്രോട്ടോപ്ലാസം, മൾട്ടിന്യൂക്ലിയർ പ്രോട്ടോപ്ലാസംസ് എല്ലാം കൂടി ചേർന്നാണ് പ്ലാസ്മോഡിയ ആവുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് oogamous ആണ്. അപ്പൊ ഇത് ഇറ്റ് ഫോംസ്, അവിടെ എന്താ നടക്കുന്നത്? ഡിപ്ലോയിഡ് സൈഗോട്ട്. This there we can see the formation of diploid zygote. അപ്പൊ ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. undergoes repeated nuclear division. ന്യൂക്ലിയസ് മാത്രമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നില്ല. ആൻഡ് ഫോംസ് എ മൾട്ടിന്യൂക്ലിയേറ്റ് പ്ലാസ്മോഡിയം. ഓക്കെ, അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ കാണുന്നത്. ദെൻ ഈ പ്ലാസ്മോഡിയ ഉടനെ തന്നെ ഇറ്റ് അണ്ടർഗോസ് ഫ്യൂഷൻ നടന്നിട്ട് സൊമാറ്റിക് ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നില്ല, സൊമാറ്റിക് ഫ്യൂഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോ അത്രയേ ഉള്ളൂ ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് മിക്സോമൈക്കോട്ട. അപ്പൊ അതിന്റെ പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ സീനോസൈറ്റിക് ആണ്, ആൻഡ് പ്ലാസ്മോഡിയ ആണ് പറയുന്നത് ഹോളോകാർപ്പിക് ആണ്, ഡിപ്ലോയിഡ് ആണ്. ആൻഡ് പിന്നെ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് മിയോസ്പോസ്, ഹാപ്ലോയിഡ് ആയിട്ടുള്ള മിയോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്പൊറാഞ്ചിക്കകത്ത്. സ്പോസ് ബൈഫ്ലജലേറ്റ് സ്വാം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ ഫങ്ഷൻസ് as gametes. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ oogamous ആണ്. അങ്ങനെ ഉണ്ടാവുന്നത് മൾട്ടിന്യൂക്ലിയേറ്റ് പ്ലാസ്മോഡിയ ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ മൾട്ടിന്യൂക്ലിയേറ്റ് പ്ലാസ്മോഡിയ ഉണ്ടാവുന്നുണ്ട്. പ്ലാസ്മോഡിയത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് നോക്കാം. പ്ലാസ്മോഡിയം എന്താണ് ഈ സ്ലൈമോൾസിന്റെ വെജിറ്റേറ്റീവ് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഇത് സ്ലൈമിയാണ് പറഞ്ഞു, ആക്റ്റീവ്ലി മൂവിങ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, മൾട്ടിന്യൂക്ലിയേറ്റ് പ്രോട്ടോപ്ലാസ്മിക് മാസ് ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് പ്ലാസ്മോഡിയ ആയിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു എന്താണ്, ദാറ്റ് ഈസ് ഇതിന് കോൺസ്റ്റന്റ് ഒരു മാതിരി ഷേപ്പോ അല്ലെങ്കിൽ ഒന്നുമില്ല. അമീബ എങ്ങനെയാണ്, അതിന് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടോ? എക്സ്റ്റേണൽ സെൽ വാൾ ഉണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പം ഈ പ്രോട്ടിസ്റ്റൻ ക്യാരക്ടർ ഒക്കെ ഇവിടെ കാണാൻ പറ്റും, ആനിമൽസിന്റെ ക്യാരക്ടേഴ്സും ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ പ്ലാസ്മോഡിയം ഇങ്ങനെ എന്തെന്നാ അമീബോയിഡ് നേച്ചർ ആയിട്ട് കാണുന്നു.
സോ ഇറ്റ് ഫോംസ് അണ്ടർഗോസ്. അപ്പൊ ഇതിങ്ങനെ ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഈച്ച് ആൻഡ് ചേഞ്ചസ് എവറി നൗ ആൻഡ് ദെൻ ഇറ്റ് ചേഞ്ചസ് ഇൻ ദെയർ ഷേപ്പ് അല്ലെങ്കിൽ undergo changes in their shape. Okay, plasmodium mostly in most cases it is colorless ആയിട്ടായിരിക്കും കാണുന്നത്. ആൻഡ് ചില കേസസിൽ it become red, orange, yellow, ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ വയലറ്റ് കളറിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പ്ലാസ്മോഡിയം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് സീനോസൈറ്റിക് മാസ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പം ഇവരെന്താ ചെയ്യുന്നത്, ഇത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഒരു മാസ് ആയിട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഇറ്റ് ഫോംസ് എ റെസ്റ്റിംഗ് സ്ട്രക്ചർ. അതിനെയാണ് പറയുന്നത് സ്ക്ലീറോഷിയം. ഓക്കെ, റെസ്റ്റിംഗ് സ്ട്രക്ചർ, ആൻഡ് ദാറ്റ് റെസ്റ്റിംഗ് സ്ട്രക്ചർ ഇസ് നോൺ ആസ് സ്ക്ലീറോഷിയം. സി, ദിസ് ഇസ് ദി സ്ക്ലീറോഷിയം. അൺഫേവറബിൾ കണ്ടീഷനിലാണ് എന്തുണ്ടാവുന്നത്, പ്ലാസ്മോഡിയത്തില് സ്ക്ലീറോഷ്യം ഉണ്ടാവുന്നത്. ഓക്കെ, സ്ക്ലീറോഷ്യം ഇസ് ഫോമിങ് ഡ്യൂറിങ് ദി അൺഫേവറബിൾ കണ്ടീഷൻ. ഈ പ്ലാസ്മോഡിയം തന്നെ 3 തരത്തിലുണ്ട്, നെയിംലി പ്രോട്ടോപ്ലാസ്മോഡിയ, അഫാനോപ്ലാസ്മോഡിയ ആൻഡ് അഫാനോതെർമോപ്ലാസ്മോഡിയ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അത് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ ഇസ് പ്രോട്ടോപ്ലാസ്മോഡിയം. അപ്പൊ ഏത് പ്ലാസ്മോഡിയ ആണെങ്കിലും പ്ലാസ്മോഡിയ, അപ്പൊ അതിന് നമ്മൾ പറഞ്ഞിരുന്നു പ്ലാസ്മോഡിയം സ്ലൈമോൾസ്. ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു 2 പോർഷൻസ് ആയിട്ട് കാണാൻ പറ്റും നമുക്ക്. അപ്പൊ ഇതിന് ഔട്ടർ ഒരു നോൺ ഗ്രാനുലാർ പോർഷൻ ഉണ്ട്, പിന്നെ ഇന്നർ വാക്യുലേറ്റഡ് പോർഷൻ ഉണ്ട്. ഔട്ടർ പോർഷനെയാണ്, പുറമേ കാണുന്ന ഔട്ടർ ലെയർ ഉണ്ടല്ലോ, അതിനെയാണ് ഇറ്റ് ഈസ് നോൺ ആസ് എക്ടോപ്ലാസം. ആൻഡ് ഇന്നർ വൺ ഇസ് നോൺ ആസ് എൻഡോപ്ലാസം. അപ്പൊ എക്ടോപ്ലാസം ഉണ്ട്, എൻഡോപ്ലാസം ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇന്നർ വാക്യുലേറ്റഡ് ആണ്, അതിലാണ് ഈ കോൺട്രാക്ടൈൽ വാക്യൂൾസ്, ന്യൂക്ലിയൈ, പിഗ്മെന്റ് ഗ്രാനുൾസ് ഒക്കെ കാണുന്നത്. ഓക്കെ, അപ്പം ജനറലി ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും കാണുന്നത്, ഒരു എക്ടോപ്ലാസം ഉണ്ട്, എൻഡോപ്ലാസം ഉണ്ട്, അതിനകത്താണ് ന്യൂക്ലിയൽ പിഗ്മെന്റ്സും വാക്യൂൾസും എല്ലാം കാണുന്നത്. ദാറ്റ് ഇസ് ഇൻസൈഡ് ദി എൻഡോപ്ലാസം. ക്ലിയർ ആയില്ലേ? ആൻഡ് അപ്പൊ 3 തരത്തിലുള്ള പ്ലാസ്മോഡിയം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ protoplasmodium, and second one aphanoplasmodia, and third one is aphaneroplasmodia. Okay, അപ്പൊ പ്രോട്ടോപ്ലാസ്മോഡിയം, ആദ്യത്തേത് പ്രോട്ടോപ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രിമിറ്റീവ് പ്ലാസ്മോഡിയം. പ്രോട്ടോപ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് ആൻഡ് പ്രിമിറ്റീവ് പ്ലാസ്മോഡിയം. അപ്പൊ ഇതിന് എന്ന് പറയുന്നത് ഒരു ഹോമോജിനസ് മൾട്ടിന്യൂക്ലിയേറ്റ് മാസ് ആണ് കാണുന്നത് പ്രോട്ടോപ്ലാസ്മോഡിയത്തിന്. ഓക്കെ, ആൻഡ് ഇതിന് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫ്രൂട്ട് ബോഡി ഉണ്ടാവുന്ന സമയത്ത് ഒരു സിംഗിൾ ഫ്രൂട്ട് ബോഡിയൊക്കെ കാണുള്ളൂ ദിസ് പ്രോട്ടോപ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് അഫാനോപ്ലാസ്മോഡിയം എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും ആദ്യത്തേതിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലക്സ് നെറ്റ്വർക്ക് ആണ് അഫാനോപ്ലാസ്മോഡിയം. ദാറ്റ് ഇസ് സ്റ്റെമനൈറ്റിസ് ആണ് എക്സാമ്പിൾ. സ്റ്റെമനൈറ്റിസ് കോംപ്ലക്സ് നെറ്റ്വർക്ക്, പ്രോട്ടോപ്ലാസം കുറച്ചുകൂടെ ഗ്രാനുലർ ആണ്, വെയിൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇങ്ങനെ ഇത് സ്ട്രീമിംഗ് മൂവ്മെന്റ്സ് ഒക്കെ കാണും. എക്സാമ്പിൾ സ്റ്റെമനൈറ്റിസ്. ദെൻ മൂന്നാമത്തതാണ് ഫെനറോപ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസ്മോഡിയത്തിന് സിമിലർ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ ഗ്രോ ചെയ്ത് വരുന്തോറും ഇതിങ്ങനെ വലിയ മാസീവ് ഫോം ആയിട്ട് ഒരു ഗ്രാനുലാർ നെറ്റ്വർക്ക് പിന്നെ ഫോം ചെയ്യാണ്. അതിലിങ്ങനെ വെയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ്? അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ടു പ്രോട്ടോപ്ലാസ്മോഡിയത്തിന് സിമിലർ ആയിട്ടായിരിക്കും കാണുന്നത്. പിന്നെ ഇത് വലുതായി വരും തോറും ഇറ്റ് ബിക്കംസ് ലാർജ് മാസീവ് ഡിസ്റ്റിങ്ക്ട്ലി ഗ്രാനുലാർ നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിലെ വെയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ ധാരാളം കാണാൻ പറ്റും. അപ്പൊ ഈ വെയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിനിങ്ങനെ റിവേഴ്സിബിൾ സ്ട്രീമിംഗ് മൂവ്മെന്റ്സ് ഒക്കെ നടത്താൻ പറ്റും. എക്സാമ്പിൾ ഇസ് ഫൈസാരം, പോളിസെഫാലം. ഓക്കെ, അപ്പം അതാണ് 3 kinds of plasmodium. The next we can see about the locomotion. അപ്പൊ ഈ സ്ലൈമോൾസ് അല്ലെങ്കിൽ പ്ലാസ്മോഡിയം എക്സിബിറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇപ്പൊ ലോക്കോമോഷൻ എന്ന് പറയുന്നത് എക്സിബിറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അമീബോയിഡ് മൂവ്മെന്റ് ആണ്.
അമീബയെ പോലത്തെ അമീബയുടെ പ്രൊഡിക്ഷൻ ക്യാരക്ടർ ഒക്കെ ഉണ്ടല്ലോ. അപ്പം they exhibit amoeboid movements on the substrata with the help of സ്യൂഡോപോഡിയ ഹെൽപ്പ് കൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് they are heterotrophic ന്യൂട്രീഷൻ ആണ് കാണിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദം ആർ സാപ്രോട്രോപ്സ്. ചിലതൊക്കെ പാരസൈറ്റിക് ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ ആണ് കാണിക്കുന്നത്. ചിലതെല്ലാം പാരസൈറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ക്യാൻ സി about the reproduction. അപ്പൊ ഈ പ്ലാസ്മോഡിയത്തില് റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്താണ്, പ്ലാസ്മോഡിയം സ്ക്ലീറോട്ടൈസേഷൻ അല്ലെങ്കിൽ സ്പോറുലേഷൻ നടത്തിയിട്ടാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. റീപ്രൊഡക്ഷൻ മെയിൻലി സാധാരണ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ 3 തരത്തിലുണ്ട്: വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാന്ന് പറഞ്ഞാല് അൺഫേവറബിൾ കണ്ടീഷൻസിൽ ആണ് ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ ഈ പ്ലാസ്മോഡിയം ഗെറ്റ്സ് ഇങ്ങനെ എന്തെന്നായി മാറുന്നത്, ഇറ്റ് ഇൻവോൾവ്സ് അല്ലെങ്കിൽ ഫോം സ്ക്ലീറോട്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വിന്റർ അല്ലെങ്കിൽ ഡ്രോട്ട് അല്ലെങ്കിൽ സ്റ്റാവേഷൻ അങ്ങനെ സ്ട്രെസ് കണ്ടീഷൻസിലൊക്കെ പ്ലാസ്മോഡിയം കണ്ടൻസ് ചെയ്തിട്ട് കണ്ടൻസ് ചെയ്ത് ഇറ്റ് ബിക്കംസ് എന്താ സൈറ്റോപ്ലാസ്മിക് ലീവേജ്. അപ്പൊ തിക് വോൾഡ് ഹാർഡ് നല്ല തിക്ക് വോളുള്ള ഹാർഡ് ആയിട്ടുള്ള റെഗുലർ മാസസ് ഓഫ് സെല്ലുലാർ യൂണിറ്റ്സ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് സ്ക്ലീറോഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ക്ലീറോഷ്യം ഉണ്ടാവുന്നതിനെയാണ് സ്ക്ലീറോട്ടൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? സ്ക്ലീറോഷ്യം ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ സ്ക്ലീറോഷ്യം ഫോം ചെയ്യുന്ന സമയത്ത് ഈ പ്ലാസ്മോഡിയം ഗെറ്റ് കണ്ടൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ദിസ് ഇസ് സ്ക്ലീറോഷ്യം ഫോം ചെയ്യുന്നുണ്ട് ഡ്യൂറിങ് ദ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അപ്പൊ അത് കഴിഞ്ഞാല് ഈ സ്ക്ലീറോഷ്യ represents a diploid cellular stage in the life cycle of slime molds. Okay, and ഹൈലി റെസിസ്റ്റന്റ് ആണ് സ്ക്ലീറോഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ക്ലീറോഷ്യക്ക് ഡോർമെന്റ് ആയിട്ട് കുറെ കാലം ഡോർമെന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ ഡ്യൂറിങ് ദി അൺഫേവറബിൾ കണ്ടീഷൻസിലൊക്കെ ഇത് ഇനാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഡോർമെന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. എപ്പോഴാണോ ഫേവറബിൾ കണ്ടീഷൻ വരുന്നത് ആ സമയത്ത് ഇത് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്തായി മാറുന്നു? പ്ലാസ്മോഡിയ ആയിട്ട് മാറുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അബൌട്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. സ്ക്ലീറോഷ്യ ഫോം ചെയ്യുന്നു ആൻഡ് അതിനെയാണ് സ്ക്ലീറോട്ടൈസേഷൻ എന്ന് പറയുന്നത്. അൺഫേവറബിൾ കണ്ടീഷനിൽ ഇറ്റ് ഫോംസ് തിക് വാൾഡ് ഹാർഡ് ഇറഗുലർ മാസ് ഓഫ് സെല്ലുലാർ യൂണിറ്റ്സ്. അതിനെയാണ് സ്ക്ലീറോഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് വി ക്യാൻ സി അബൌട്ട് ദി അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ ഇവിടെയും അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതും അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ. അപ്പൊ ഈ ഫുഡ് സപ്ലൈ ഒന്നും അധികം കിട്ടിയില്ല അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് സ്ലൈമോൾസ് ആ സമയത്ത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു. അതിനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഇനിയാണ് പറയുന്നത് സ്പോറുലേഷൻ. ഓക്കെ, സ്പോറുലേഷൻ പ്ലാസ്മോഡിയം ആ സമയത്ത് എങ്ങനെയാണ് എന്താ ചെയ്യുന്നത്? ഈ സ്പോറുലേഷൻ സമയത്ത് ദിസ് പ്ലാസ്മോഡിയം മൂവ്സ് ടു ദി ഇതിപ്പോ ഇങ്ങനെ അതിന് ഫുഡ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഡ്രൈ കണ്ടീഷൻ ആണ്. അപ്പൊ എന്താ, അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക്, ഡ്രൈ പ്ലേസിലേക്ക് അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്, സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. ആൻഡ് പ്രൊഡ്യൂസേഴ്സ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ പറയുന്നതാണ് ഫ്രക്ടിഫിക്കേഷൻസ്. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഈ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് സ്പൊറാഞ്ചിയ, ദെൻ എത്തീലിയ, പ്ലാസ്മോഡിയ കാർപ്പ് അങ്ങനെയുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്പൊറാഞ്ചിയ അല്ലെങ്കിൽ ഈ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നതിൽ ഇതിൽ ഇറ്റ് പ്രൊഡ്യൂസസ് ഹാപ്ലോയിഡ് മിയോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, മിയോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത്. ഇറ്റ് പ്രൊഡ്യൂസസ് ഫ്രക്ടിഫിക്കേഷൻസ്. ആ ഫ്രക്ടിഫിക്കേഷൻ സമയത്താണ് എന്തുണ്ടാവുന്നത്? It produces haploid spores within the fruiting bodies. ആ ഫ്രൂട്ടിംഗ് ബോഡിക്കകത്ത് ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ആ ഹാപ്ലോയിഡ് സ്പോർസിനെയാണ് മിയോസ്പോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? മിയോസ്പോസ് എന്ന് പറഞ്ഞാൽ തന്നെ മിയോട്ടിക് ഡിവിഷൻ വഴി ഉണ്ടായതാണ്, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അപ്പൊ മിയോസ്പോസ്. ഓക്കെ, ദെൻ ഈ പ്ലാസ്മോഡിയ കാർപ്പ്
പ്ലാസ്മോഡിയ കാർപ്പ് ഫോം ചെയ്യുന്നുണ്ട്. പ്ലാസ്മോഡിയ കാർപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സൈൽ ബ്രാഞ്ചിങ് റെഗുലർ അസിമെട്രിക് ആൻഡ് പ്ലാസ്മോഡിയം ലൈക്ക് ഫ്രൂട്ടിംഗ് ബോഡി. ആ ഫ്രൂട്ടിംഗ് ബോഡീനെ പറയുന്ന പേരാണ് പ്ലാസ്മോഡിയോ കാർപ്പ്. ഈ പ്ലാസ്മോഡിയത്തിൽ ഉണ്ടാവുന്ന ഫ്രൂട്ടിംഗ് ബോഡീനെ പറയുന്ന പേരാണ് പ്ലാസ്മോഡിയ കാർപ്പ്. സെസൈൽ ആയിരിക്കും, ബ്രാഞ്ചിങ് ആയിരിക്കും, റെഗുലർ ആയിരിക്കും, അസിമെട്രിക്കൽ ആയിരിക്കും, പ്ലാസ്മോഡിയം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ പ്ലാസ്മോഡിയ കാർപ്പ് ഉണ്ടാവുന്ന സമയത്ത് ഈ പ്ലാസ്മോഡിയൽ പ്രോട്ടോപ്ലാസം എല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വെയിൻസ് പോലെ സാധനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു മെംബ്രെയിനീസ് കവറിങ് ഈ പ്ലാസ്മോഡിയൽ കാർപ്പിന് ചുറ്റുമായിട്ട് ഉണ്ടാവുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് പ്ലാസ്മോഡിയ കാർപ്പ്. അപ്പൊ ഈ മിയോസ്പോസ് ഉണ്ടായി എന്ന് പറഞ്ഞു. നമ്മൾ ഹാപ്ലോയിഡ് മിയോസ്പോസ് ആണ്, മിയോട്ടിക് ഡിവിഷൻ വഴിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ മിയോസ്പോസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതെല്ലാം ഫേവറബിൾ കണ്ടീഷനിലല്ലോ ഉണ്ടായിരിക്കുന്നത്, അൺഫേവറബിൾ കണ്ടീഷനിൽ. അപ്പൊ ഈ മിയോസ്പോസ് റെസിസ്റ്റന്റ് ആണ്. They are extremely resistant to adverse conditions. Thick walled ആണ്, ഫിസിക്കോ കെമിക്കൽ നേച്ചർ അതിന്റെ പ്രോട്ടോപ്ലാസം, ദേ ക്യാൻ സർവൈവ് വയബിൾ. അപ്പൊ ഏകദേശം 60-62 വർഷം വരെ എല്ലാം ഇതിനിങ്ങനെ സർവൈവ് ചെയ്ത് ഇരിക്കാൻ പറ്റും. അത്രയും കാലം ഇതിങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അപ്പൊ ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ മാത്രമാണ് ഇത് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ പ്ലാസ്മോഡിയ ആയിട്ട് മാറുന്നത്. ക്ലിയർ? അതുവരെ ഇതിങ്ങനെ ഡോർമെന്റ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി ജെർമിനേഷൻ സമയത്ത് എന്താ നടക്കുന്നത്? ഡ്യൂറിങ് ദ ടൈം ഓഫ് ജെർമിനേഷൻ ദ സ്പോർ വാൾ, തിക് വാൾഡ് സ്പോർ ആണ്. അപ്പൊ ഈ സ്പോർ വാൾ ക്രാക്ക് ചെയ്തിട്ട് ഒരു പോർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് കണ്ടൻസ്. ഇതിന്റെ പോർ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും? അപ്പൊ അതിന്റെ കണ്ടൻസ് ഒക്കെ എസ്കേപ്പ് ചെയ്തിട്ട് അമീബോയിഡ് സെല്ല് പോലെ അമീബോയിഡ് സെല്ല് പോലെ എസ്കേപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെയാണ് മിക്സ് അമീബ എന്ന് പറയുന്നത്. മിക്സ് അമീബ. അപ്പൊ എന്താണ് മിക്സ് അമീബ? ഈ മിക്സ് അമീബ ഈ സ്പോർ ദാറ്റ് ഈസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ജെർമിനേഷൻ ദിസ് സ്പോർ വാൾ ക്രാക്ക് ചെയ്തിട്ട് പോർ അപ്പിയർ ചെയ്യുന്നു. അതിന്ന് ഓൾ ദ കണ്ടൻസ് ഓഫ് ദ സെൽ എസ്കേപ്പ് ആസ് അമീബോയിഡ് സെൽസ്. അതിനെയാണ് മിക്സ് അമീബ എന്ന് പറയുന്നത്. മിക്സ് അമീബ ഇതർ അമീബോയിഡ് സെൽസ് അല്ലെങ്കിൽ സ്പിൻഡിൽ ഷേപ്ഡ് ബൈഫ്ലജലേറ്റ് സെൽസ് ആയിട്ട് എസ്കേപ്പ് ചെയ്യുന്നു. ആ സ്പിൻഡിൽ ഷേപ്ഡ് ബൈഫ്ലജലേറ്റ് സെൽസിനെ പറയുന്ന പേരാണ് സ്വാം സെൽസ്. മിക്സ് അമീബ ഉണ്ട്, സ്വാം സെൽസ് ഉണ്ട്. ഫ്ലജലേറ്റഡ് ആണെങ്കിൽ സ്വാം സെൽസ്. അപ്പൊ ഇത് സ്വാം സെൽസ് എന്ന് പറയുന്നത് യൂണിന്യൂക്ലിയേറ്റ് ആണ്, ബൈഫ്ലജലേറ്റ് ആണ്, പ്രോട്ടോപ്ലാസ്മിക് മാസ് തന്നെയാണ്. 2 ഫ്ലജല്ല ഉണ്ട് ഈ സ്വാം സെൽസിന്. ഫ്ലജലേറ്റഡ് ആണ് സ്വാം സെൽസ്, ഓർത്തിരിക്കണം. സ്വാം സെൽസ് ദേ ആർ ഫ്ലജലേറ്റഡ് ആൻഡ് ബോത്ത് ഫ്ലജല്ലാസ് ആർ സിമിലർ. ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. അപ്പൊ ഈ ഫ്ലജലേറ്റഡ് സ്വാം സെൽസ് കുറച്ച് പീരീഡ് കഴിഞ്ഞാൽ ഇത് വീണ്ടും മിക്സ് അമീബ ഫോം ആയിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മിക്സ് അമീബ റിപ്പീറ്റഡ് ഡിവിഷൻ നടന്നു കഴിഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ എൻസിസ്റ്റ് ചെയ്തിട്ട് എന്താ ഡോർമെന്റ് നേച്ചർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഇത് അണ്ടർഗോ എക്സസ്മെന്റ് എന്ന് വെച്ചാൽ ആ സിസ്റ്റ് ഒക്കെ മാറ്റിക്കളഞ്ഞ് അത് ജെർമിനേറ്റ് ചെയ്ത് പുതിയ പ്ലാസ്മോഡിയ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. So that's all about the asexual reproduction. Asexual reproduction അങ്ങനെയാണ് നടക്കുന്നത്. Then next we can see the sexual reproduction. How sexual reproduction takes place in Plasmodium. അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ടേക്സ് പ്ലേസ് എവിടെയാണ് കാണുന്നത്? ഇൻ ബിറ്റ്വീൻ ദ റെസ്റ്റിംഗ് മിയോസ്പോസ് സ്റ്റേജ് ആൻഡ് ആക്റ്റീവ് പ്ലാസ്മോഡിയൽ സ്റ്റേജിന്റെ ഇടയ്ക്കാണ് കാണുന്നത്. അപ്പൊ ഈ മിക്സ് അമീബ അല്ലെങ്കിൽ സ്വാം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ മിക്സ് അമീബ അല്ലെങ്കിൽ സ്വാം സെൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ജെർമിനേഷൻ ഓഫ് മിയോസ്പോസ് അതാണ് ഗാമേറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Mixed amoeba is acting as gametes. Then
Ixamoeba cells ആണ് gametes ആയിട്ട്. അപ്പൊ ഈ gametes they fuse in pairs. gametes ആണ് അതിങ്ങനെ പെയർ ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് യൂണിന്യൂക്ലിയേറ്റ് സൈഗോട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ സൈഗോട്ട് അണ്ടർഗോ റിപ്പീറ്റഡ് ന്യൂക്ലിയർ ഡിവിഷൻ. ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നു വിത്തൗട്ട് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ അല്ലെങ്കിൽ ക്ലീവേജ് നടക്കുന്നില്ല. അപ്പൊ എന്തുണ്ടാവുന്നു? ഡിപ്ലോയിഡ് മൾട്ടിന്യൂക്ലിയേറ്റ് പ്ലാസ്മോഡിയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് സൈഗോട്ട് അണ്ടർഗോസ് റിപ്പീറ്റഡ് ന്യൂക്ലിയർ ഡിവിഷൻ. സി, each zygote undergo repeated nuclear division and results in the formation of diploid multinucleate plasmodium. Okay. അപ്പൊ അങ്ങനെ മൾട്ടിന്യൂക്ലിയേറ്റ് പ്ലാസ്മോഡിയ ഉണ്ടാവുന്നു. ചില സമയത്ത് പ്ലാസ്മോഡിയ ഫോം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? കോലസൻസ് ഓർ സൊമാറ്റിക് ഫ്യൂഷൻ ഓഫ് മെനി സൈഗോട്ട്, കുറെ സൈഗോട്ട്സ് എല്ലാം കൂടി ചേർന്നിട്ട് പ്ലാസ്മോഡിയ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് മിക്സോമൈസെറ്റസ്. മിക്സോമൈസെറ്റസ് അല്ലെങ്കിൽ ഡിവിഷൻ മിക്സോമൈക്കോട്ട. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം about the division Eumycota. Eumycota അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രൂ ഫംഗൈ ആണ്. ദേ ആർ ഹെട്രോട്രോഫിക് ആണ്, ഹെട്രോട്രോഫിക് യൂക്കാരിയോട്സ് ആണ്. അപ്പൊ സ്ലൈമോൾസിനെ വെച്ചിട്ട് വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ദ ആബ്സെൻസ് ഓഫ് മൾട്ടിന്യൂക്ലിയേറ്റ് പ്ലാസ്മോഡിയൽ സ്റ്റേജ് ആൻഡ് ഫാഗോട്രോഫിക് ന്യൂട്രീഷൻ. ഓക്കെ, അതാണ് വ്യത്യാസം, ഫാഗോട്രോഫിക് ന്യൂട്രീഷൻ. ഓക്കെ, ദെൻ അപ്പൊ ഇതില് ടിപ്പിക്കലി യൂമൈക്കോട്ട 5 സബ് ഡിവിഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് മാസ്റ്റിഗോമൈക്കോട്ട, ദെൻ സൈഗോമൈക്കോട്ട, ആസ്കോമൈക്കോട്ട, ബെസിഡിയോമൈക്കോട്ടിന ആൻഡ് ഡ്യൂട്ടറോമൈക്കോട്ടിന. ഓക്കെ, മാസ്റ്റിഗോമൈക്കോട്ടിന, സൈഗോമൈക്കോട്ടിന, ആസ്കോമൈക്കോട്ടിന, ബെസിഡിയോമൈക്കോട്ടിന ആൻഡ് ഡ്യൂട്ടറോമൈക്കോട്ടിന. ദീസ് ആർ ദി 5 സബ് ഡിവിഷൻസ് ഓഫ് ഡിവിഷൻ യൂമൈക്കോട്ട. അപ്പൊ നമുക്കിനി ഓരോന്നും നോക്കാം. ആദ്യത്തേത് മാസ്റ്റിഗോമൈക്കോട്ടിന. സബ് ഡിവിഷൻ മാസ്റ്റിഗോമൈക്കോട്ടിന. മാസ്റ്റിഗോമൈക്കോട്ടിന എന്ന് പറയുന്നത് ഇത് ഇറ്റ് കണ്ടെയ്ൻസ് ഗ്രൂപ്പ് ഓഫ് സൂസ്പോറിക് ഫംഗൈ. സൂസ്പോറിക് ഫംഗൈ ആണ്, അസെപ്റ്റേറ്റ് ആണ്, സീനോസൈറ്റിക് ആണ്. സൂസ്പോസ് എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയുള്ള സൂസ്പോസ് ആണ് ഇവിടെ കാണുന്നത്? ഫ്ലജലേറ്റഡ് സൂസ്പോസ് ആണ്. ആൻഡ് ഗാമീറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം മിക്സോമൈക്കോട്ടിനാല് അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് കാണാം. സൂസ്പോറിക് ഫംഗൈ characterized by aseptate, cenocytic hyphae and flagellated zoospores and gametes. Clear? Then ഇത് either unicellular അല്ലെങ്കിൽ multicellular ഫോംസ് ആയിരിക്കും. പിന്നെ ബ്രാഞ്ച്ഡ് ഫോംസ് കാണുന്നുണ്ട്, അസെപ്റ്റേറ്റ് മൈസീലിയം കാണുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ salient ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. യൂഷ്വലി ദേ ആർ അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് ഫോംസ് ആണ്. അസെപ്റ്റേറ്റ്, സെപ്റ്റ ഫോം ചെയ്തിട്ടില്ല, അസെപ്റ്റേറ്റ്. ചില കേസിൽ സെപ്റ്റ ഫോം ചെയ്യുന്നുണ്ട്. എപ്പോഴാണ്? ഓൾഡ് ഫോംസിൽ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയമാകുമ്പോൾ സെപ്റ്റ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഹൈഫൽ ബോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് ഫംഗൽ സെല്ലുലോസ്, അല്ലെങ്കിൽ സെല്ലുലോസ് മാത്രം. കൈറ്റിൻ ആൻഡ് ഫംഗൽ സെല്ലുലോസ് ആണ് മെയിൻ ആയിട്ട്. പ്രോട്ടോപ്ലാസ്റ്റ് കാണുന്നുണ്ട്, ദേ ആർ ജനറലി വാക്യുലേറ്റഡ് ആണ്. ദെൻ ന്യൂക്ലിയസ് കാണുന്നുണ്ട്, അവരെങ്ങനെയാണ്? സ്മോൾ റൗണ്ട് ന്യൂക്ലിയസ് ആണ് കാണുന്നത്. ന്യൂമറസ് ന്യൂക്ലിയൈ കാണുന്നുണ്ട്. പിന്നെ ഫുഡ് റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആണ്. റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് മെയിൻലി ബൈ ദി ഫോർമേഷൻ ഓഫ് സൂസ്പോസ്, അപ്ലാനോസ്പോസ് അല്ലെങ്കിൽ കൊണീഡിയ ഫോം ചെയ്തിട്ട്. ബേസ്ഡ് ഓൺ ദി ഫ്ലജല്ല ദർ ആർ 3 ടൈപ്സ് ഓഫ് സൂസ്പോസ്. ഏതൊക്കെയാണ്? ആദ്യത്തേത് സൂസ്പോസ് വിത്ത് സിംഗിൾ പോസ്റ്റീരിയർ വിപ്ലാഷ് ടൈപ്പ് ഓഫ് ഫ്ലജല്ല, ഒരു വിപ്ലാഷ് ടൈപ്പ് ഫ്ലജല്ല മാത്രമേ കാണുള്ളൂ. പിന്നെ ദോസ് വിത്ത് സിംഗിൾ ആന്റീരിയർ ടിൻസൽ ഷേപ്പ് ഫ്ലജല്ല. പിന്നെ ദോസ് വിത്ത് 2 ലാറ്ററലി അറ്റാച്ച്ഡ് 1 വിപ്ലാഷും അടുത്തത് ടിൻസൽ ടൈപ്പ് ഫ്ലജല്ലയും കാണുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള ഫ്ലജല്ല ഇവിടെ കാണുന്നുണ്ട്. സെക്ഷുവാലിറ്റി ഈസ് പ്രോമിനന്റ് ആണ്. ഐസോഗാമീറ്റ്സ് ആണ്. ഐസോഗാമറ്റ്സ് ആണ് ഫ്യൂഷൻ ഓഫ് ബിറ്റ്വീൻ സിമിലർ ഗാമീറ്റ്സ്. ഐസോഗാമറ്റിക് എന്ന് പറഞ്ഞാല് ഇപ്പം സിമിലർ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ യൂഗാമസ് റീപ്രൊഡക്ഷൻ ആണ്. ഗാമറ്റാൻജിയ
fusion between antheridia and oogonia involves the union between non-motile gametangial contents on mode of reproduction. അങ്ങനെയുള്ള റീപ്രൊഡക്ഷനെ പറയുന്നതാണ് അപ്ലാനോഗമി. പ്ലാനോഗമി, യൂണിയൻ ബിറ്റ്വീൻ non-motile gametangial contents, അപ്ലാനോഗമി. അങ്ങനെയുള്ള റീപ്രൊഡക്ഷനെ പറയുന്ന അപ്ലാനോഗമി. അപ്പൊ ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ പ്ലാസ്മോഗമി. പ്ലാസ്മോഗമി നടക്കുന്നു. And plasmogamy, it is followed by karyogamy. Karyogamy നടക്കുന്നുണ്ട്. Then oospores form ചെയ്യുന്നുണ്ട്. This oospores undergo meiosis. Meiosis നടന്നു കഴിഞ്ഞാൽ പിന്നെ resultant will be haploid oospores form ചെയ്യുന്നു. Okay, haploid oospores form ചെയ്യുന്നുണ്ട്. These haploid oospores are thick walled. After a period of rest, oospores germinate and give rise to haploid zoospores. Haploid zoospores ഉണ്ടാവുന്നു. Okay, these are the general characters of Mastigomycotina. Then next, അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് പിത്തിയം, ആൽബുഗോ, ഫൈറ്റോത്തോറ, ഓൾപീഡിയം, സാപ്രോലെജീന, എക്കേലസ് എക്സെട്ര. പിത്തിയം, ആൽബുഗോ ആൻഡ് ദെൻ ഫൈറ്റോത്തോറ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ മൂന്നെണ്ണം പിത്തിയം, ആൽബുഗോ, ഫൈറ്റോത്തോറ. ദിസ് ഇസ് പിത്തിയം. പിത്തിയം കോസ് ചെയ്യുന്ന ഡിസീസ് ആണ്. പിത്തിയം കോസ് ഡാമ്പിംഗ് ഓഫ് സീഡ്ലിംഗ്. ഡാമ്പിംഗ് ഓഫ് സീഡ്ലിംഗ്. അപ്പൊ ഇത് പിത്തിയം എന്ന് പറയുന്നത് ലാർജ് ഓർഡർ ആണ് വരുന്നത്. പിത്തിയം പെർണോസ്പോറിൽസിൽ വരുന്നതാണ്. ഈ വലിയ ജീനസ് ആണ്. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് ഡിസീസ് ഉണ്ടാക്കുന്ന ഡാമ്പിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സീഡ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അത് നെക്സ്റ്റ് ഡേ ഇങ്ങനെ മറിഞ്ഞു വീഴില്ലേ, ആ ഒരു ഫിനോമിനെയാണ് പറയുന്നത് ഡാമ്പിംഗ് ഓഫ്. അപ്പൊ ഈ ഡാമ്പിംഗ് ഓഫ് ഇറ്റ് ഇസ് കോസ്ഡ് ബൈ പിത്തിയം ഡിബാറിനം. അപ്പൊ ഈ സീരിയസ് ആയിട്ടുള്ള ഡിസീസസ് ആണ്. സീഡ് ബെഡ്സിലും നഴ്സറീസിലും ഒക്കെ കാണുന്നതാണ്. അപ്പൊ സഡൻ ഫോളിംഗ് കൊളാപ്സ്, ഇപ്പൊ റോട്ടിംഗ് ഇങ്ങനെ ബേസിൽ നിന്ന് ടോപ്പിലേക്ക് റോട്ട് ചെയ്യാണ്. ഒരു ഫോൾ സ്മെല്ലിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ള ഡിസീസ് കോസ് ചെയ്യുന്നത് പിത്തിയമാണ്. അപ്പൊ നമുക്കതിന്റെ പിത്തിയത്തിന്റെ ക്യാരക്ടേഴ്സ് എന്താന്ന് നോക്കാം. അപ്പൊ പിത്തിയത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിന്റെ വെജിറ്റേറ്റീവ് പ്ലാന്റ് ബോഡിയാണ്. വെജിറ്റേറ്റീവ് മൈസീലിയം എന്ന് പറയുന്നത് ലോങ് സ്ലെൻഡർ, കണ്ടില്ലേ, ബ്രാഞ്ച്ഡ് ആണ്. ഹൈഫേ അസെപ്റ്റേറ്റ് ആണ്. സെപ്റ്റ ഫോം ചെയ്തിട്ടില്ല, കണ്ടില്ലേ ഇടയില്. യു കനോട്ട് സീ എനി ക്രോസ് വാൾസ്. സീനോസൈറ്റിക് ആണ് ആൻഡ് ഹൈലൈൻ ഹൈഫേ. സെപ്റ്റ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഓൾഡർ ഹൈഫേയിലേ കാണുന്നുള്ളൂ. സെപ്സോഗൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഈ സെപ്റ്റ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ ഹൈഫ എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും. ഹൈഫൽ സൈറ്റോപ്ലാസം വാക്യുലേറ്റഡ് ആണ്. അപ്പൊ ഇതിനകത്ത് മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോംസ്, ഗോൾഗി കോംപ്ലക്സ്, ഓയിൽ ഗ്ലോബ്യൂൾസ്, ഗ്ലൈക്കോജൻ എല്ലാം പ്രസന്റ് ആണ് ഈ മൈസീലിയത്തിന്റെ ദാറ്റ് ഈസ് സൈറ്റോപ്ലാസത്തിനകത്ത്. ഓക്കെ, ഹൈഫൽ സൈറ്റോപ്ലാസത്തിനകത്ത്. അപ്പൊ ഈ ഹൈഫ ഇതായത് യങ് സീഡ്ലിങ്സിലോ അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയിട്ട് ഏതെങ്കിലും ഹോസ്റ്റിന്റെ ബോഡിയിൽ ഇങ്ങനെ വളരുകയാണ് ചെയ്യുന്നത്. സീ ഡ്യൂറിങ് ദ റീപ്രൊഡക്ഷൻ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ മീൻസ് ഓഫ് ബൈഫ്ലജലേറ്റ് സൂസ്പോസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. ബൈഫ്ലജലേറ്റ് സൂസ്പോസ് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഈ ബൈഫ്ലജലേറ്റ് സൂസ്പോസ് ഉണ്ടാവുന്നത് സൂസ്പൊറാഞ്ചിയക്കകത്താണ്. അപ്പൊ ഈ സൂസ്പൊറാഞ്ചിയ എന്ന് പറയുന്നത് ഇപ്പൊ സ്പൊറാഞ്ചിയ ഫോം ചെയ്യുന്നത് ഈ ഹൈഫയില് ടെർമിനൽ ആയിട്ടാണ്, ബോൺ ഓൺ ദി ഏരിയൽ ഹൈഫേ. അപ്പൊ അതിനെയാണ് സ്പൊറാഞ്ചിയോ 4 എന്ന് പറയുന്നത്. കണ്ടില്ലേ ഇതില് സ്പൊറാഞ്ചിയോ 4. സി ദിസ് ഇസ് ദി സ്പൊറാഞ്ചിയോ 4. അപ്പൊ ഇതാണ് സ്പൊറാഞ്ചിയ 4. ഇങ്ങനെ ഹൈഫേ ഇങ്ങനെ സ്പൊറാഞ്ചിയം ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് വരുന്നത്. അപ്പൊ സി ദിസ് ഇസ് ദ സ്പൊറാഞ്ചിയ 4. ഇതിനകത്ത് ധാരാളം സൂസ്പോസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പൊറാഞ്ചിയ സ്പോസ്. അപ്പൊ ഈ സ്പൊറാഞ്ചിയ മേ ബി ടെർമിനൽ, ഏതർ ടെർമിനൽ പൊസിഷൻ അല്ലെങ്കിൽ ഇന്റർകാലറി പൊസിഷൻ ആയിരിക്കും. അപ്പൊ ഏതർ ദേ മേ ബി ബ്രാഞ്ച്ഡ് ആയിരിക്കും. കണ്ടില്ലേ, ബ്രാഞ്ച്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്ലോബുലാർ ഫോംസ് ആയിരിക്കും കാണുന്നത്. ഗ്ലോബുലാർ ഫോംസ് കണ്ടെയ്ൻ മൾട്ടി ന്യൂക്ലിയേറ്റ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം. ഇതിനകത്ത് ധാരാളം
സൈറ്റോപ്ലാസം, പ്രോട്ടോപ്ലാസം കാണുന്നുണ്ട്. അപ്പോൾ ഡ്യൂറിങ് ദി ഫോർമേഷൻ ഓഫ് സ്പൊറാഞ്ചിയം ഈ ഹൈഫ ഇങ്ങനെ സ്വെല്ല് ചെയ്തിട്ട് അതിന്റെ ടിപ്പിൽ ഇങ്ങനെ ഒരു സ്പൊറാഞ്ചിയം ബബിൾ ലൈക്ക് അല്ലെങ്കിൽ വെസിക്കൽ ലൈക്ക് ഒരു സ്റ്റോക്ക് ഉണ്ടാവും. അതിന്റെ ടിപ്പിൽ ഇങ്ങനെ ഒരു സ്വെല്ലിംഗ് സ്പൊറാഞ്ചിയം ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മെച്യൂർ സ്പൊറാഞ്ചിയ വിൽ ബി ബിഹേവിങ് ആസ് കൊണീഡിയ ആയിട്ട് ഫോം ചെയ്യാണ്, ബിഹേവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡ്രൈ കണ്ടീഷനിൽ എന്താ ചെയ്യുന്നത്, ഈ കൊണീഡിയ ഉണ്ടല്ലോ, കൊണീഡിയ ഡിറ്റാച്ച് ചെയ്തിട്ട് പാരന്റ് ഹൈവേന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ഈ കൊണീഡിയ ഡയറക്ട്ലി ജെർമിനേറ്റ് ചെയ്തിട്ട് എന്താ ജെർം ട്യൂബ് ഡയറക്ട്ലി ദാറ്റ് ഈസ് ഈച്ച് കൊണീഡിയൻ ജെർമിനേറ്റ്സ് ഡയറക്ട്ലി ആൻഡ് ഇറ്റ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും, ബിക്കംസ് എ ന്യൂ മൈസീലിയം, പുതിയൊരു മൈസീലിയം ആയിട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ എന്തെന്നാ ഈ സൂസ്പൊറാഞ്ചിയത്തിനകത്തുള്ള കണ്ടൻസ് ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇറ്റ് ഫോംസ് നേക്കഡ് റെനിഫോം യൂണിന്യൂക്ലിയേറ്റ് ബൈഫ്ലജലേറ്റ് സൂസ്പോസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സൂസ്പോസ് സ്വിം ചെയ്ത് ഒരു സൂസ്പൊറാഞ്ചിയം ഫ്ലജല്ല ഉണ്ട്. അപ്പൊ ഈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഫ്ലജല്ല ദേ ക്യാൻ സ്വിം. അപ്പൊ ഈ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് റെസ്റ്റ് ചെയ്തിട്ട് ഈ ഫ്ലജൽ എല്ലാം അതിന് ഷെഡ് ചെയ്ത് അല്ലെങ്കിൽ വിഡ്രോ ചെയ്ത് കളഞ്ഞിട്ട് ഇറ്റ് ഫോംസ് എ റൗണ്ട് സ്ട്രക്ചർ എൻസിസ്റ്റ് ചെയ്യും. അപ്പൊ ഈ സിസ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ ഈ സിസ്റ്റ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും പുതിയൊരു ഹൈഫയായിട്ട് ഫോം ചെയ്യാണ് അല്ലെങ്കിൽ ന്യൂ മൈസീലിയ ആയിട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. സിസ്റ്റ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഇന്ന് ന്യൂ ജെർം ട്യൂബ് ഫോം ചെയ്യുന്നു, ന്യൂ മൈസീലിയ ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് by the formation of zoospores. Clear? Asexual reproduction takes place by the formation of zoospores. Next, we can see how sexual reproduction takes place in ഈ അസെക്ഷൽ സൈക്കിൾ ആണ് ഈ പറഞ്ഞിരുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈഫ്ലജലേറ്റ് സൂസ്പോസ് ഉണ്ട്, അത് എൻസിസ്റ്റ് ചെയ്ത് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അത് ഹൈഫേ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാ സൂസ്പൊറാഞ്ചിയത്തിനകത്ത് സ്പൊറാഞ്ചിയത്തിനകത്ത് ബൈഫ്ലജലേറ്റ് സൂസ്പോസ് ഉണ്ടാവുന്നു, എൻസിസ്റ്റ് ചെയ്യുന്നു, അത് ജെർമിനേറ്റ് ചെയ്യുന്നു ആൻഡ് ഹൈഫേ ആയിട്ട് ഫോം ചെയ്യുന്നു വീണ്ടും. അപ്പൊ ഈ സൈക്കിൾ അസെക്ഷൽ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, അപ്പൊ ഇതിന് ഇനി എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു ഊഗാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ എന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ് ഗാമറ്റാൻജിയൽ കോണ്ടാക്ട്സ്. അപ്പൊ ഈ രണ്ട് ഗാമേറ്റും കോണ്ടാക്ട് ചെയ്തിട്ടാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഊഗാമസ് എന്ന് പറയുന്നത് അതിൽ മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. മെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്. ഫീമെയിൽ സെക്സ് ഓർഗന്റെ പേരാണ് ഊഗോണിയം. ഇത് എവിടെ കാണുന്നില്ലേ ഊഗോണിയം? ദിസ് ഇസ് ദി ഊഗോണിയം. ദിസ് ഇസ് ദി ഊഗോണിയം. ഊഗോണിയം എന്ന് പറയുന്ന ഫീമെയിൽ ഞാൻ മെയിൽ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഫീമെയിൽ ആണ് ഊഗോണിയ ആൻഡ് ആന്ത്രീഡിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി മെയിൽ ഓർഗൻ. അപ്പൊ ഇത് ഈ മെയിൽ ആൻഡ് ഫീമെയിൽ മേ ബി ഇത് ടെർമിനൽ പൊസിഷൻ അല്ലെങ്കിൽ ഇന്റർകാലറി പൊസിഷനിലായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ഹൈഫേ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിൽ കിടക്കുന്ന ഡിഫറെന്റ് ബ്രാഞ്ചിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ദി സ്പീഷീസ് ആർ ഹോമോതാലിക്. ഹോമോതാലിക് എന്ന് പറഞ്ഞാൽ ഒരേ സ്ട്രെയിൻസ് ഉള്ളതാണ് ഹോമോതാലിക് എന്ന് പറയുന്നത്. ചിലത് ഹെട്രോതാലിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഫംഗസ് ഇങ്ങനെ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. ഊഗോണിയം ഡെവലപ്സ് ഫ്രം ദി ഹൈഫേ. ഒരു സ്ഫെറിക്കൽ സ്വെല്ലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ സൈറ്റോപ്ലാസോ ന്യൂക്ലിയസ് ഒക്കെ അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് ഇത് മെച്യൂർ ആയി കഴിഞ്ഞാൽ ഒരു സെപ്റ്റം ഫോം ചെയ്യുന്നു ആൻഡ് അണ്ടർഗോസ് മെച്യൂറേഷൻ. അപ്പൊ ഈ മെച്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൾട്ടിന്യൂക്ലിയേറ്റ് ഊഗോണിയം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് രണ്ട് പാർട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സെൻട്രൽ ഗ്രാനുലാർ പോർഷൻ അതിനെയാണ് ഊപ്ലാസം എന്ന് പറയുന്നത്. Central granular plasm, that is the ooplasm, and a peripheral spongy portion that is known as periplasm. സെൻട്രലുള്ള ഓപ്ലാസവും ചുറ്റും പെരിപ്ലാസവും. അപ്പൊ എന്നിട്ട് എല്ലാ ഒരു ന്യൂക്ലിയസ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഡീജനറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, യൂണിന്യൂക്ലിയേറ്റ് ഊപ്ലാസം എൻലാർജ് ചെയ്തിട്ട് ബിക്കം എഗ് അല്ലെങ്കിൽ ഊസ്പോർ ആയിട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്.
ബിക്കംസ് oospore അല്ലെങ്കിൽ എഗ് ആയിട്ട് ഫോം ചെയ്യുന്നു. സോ അപ്പോൾ ഇതിങ്ങനെ oospores ആയിട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ? oospore ഫോം ചെയ്യുന്നു. ആന്ത്രീഡിയം എന്ന് പറഞ്ഞാൽ ആന്ത്രീഡിയം യൂഷ്വലി ക്ലബ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. അപ്പൊ ഗ്രോസ് ഒറിജിനൽ ആന്ത്രീഡിയം ആൻഡ് ഊഗോണിയം ഇതർ ഒരു ഹൈഫയിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ സെപ്പറേറ്റ് ഹൈഫയിൽ ഉണ്ടാവും. ഇപ്പോൾ സെയിം ഹൈഫയിലാണെങ്കിൽ മോണോക്ലൈനസ്, സെപ്പറേറ്റ് ഹൈഫയിലാണെങ്കിൽ ഡൈക്ലൈനസ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആന്ത്രീഡിയം ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈഫേ ബിക്കംസ് ക്ലബ് ഷേപ്ഡ്. ഇത് കണ്ടില്ലേ ഇവിടെ ക്ലബ് ഷേപ്ഡ് ഹൈഫേ കാണുന്നത്. അപ്പൊ ആന്ത്രീഡിയം പ്രൊഡ്യൂസിങ് എ ക്ലബ് ഷേപ്ഡ് ഹൈഫേ ആൻഡ് മൾട്ടിന്യൂക്ലിയേറ്റ് മാസ് ഓഫ് സൈറ്റോപ്ലാസം ആണ് അതിനകത്ത് കാണുന്നത്. അപ്പം പിന്നെ അത് കഴിഞ്ഞാൽ തന്നെ പാരന്റ് ഹൈഫേന്ന് ഒരു പോർഷൻ സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു സെപ്റ്റ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ആന്ത്രീഡിയം പിന്നെ ഇറ്റ് ഗെറ്റ്സ് കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഊഗോണിയം. ഊഗോണിയമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. ആന്ത്രീഡിയം ഊഗോണിയുമായിട്ട് കോണ്ടാക്ട്. അപ്പം ഒന്നിൽ കൂടുതൽ ആന്ത്രീഡിയ വിൽ അറ്റാച്ച് ടു ദി ഊഗോണിയ. അപ്പൊ ആന്ത്രീഡിയത്തിന്റെ കണ്ടന്റ്സ് എല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇറ്റ് ബിക്കംസ് യൂണിന്യൂക്ലിയേറ്റ് ആൻഡ് സെൻട്രൽ പോർഷൻ ഊപ്ലാസം, മൾട്ടിന്യൂക്ലിയേറ്റ് പെരിഫറൽ പോർഷൻ പെരിപ്ലാസം. അപ്പൊ ഊപ്ലാസം സെർവ്സ് ആസ് ദി മെയിൽ ഗാമേറ്റ്. ഇപ്പൊ മെയിൽ ഗാമേറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു ആൻഡ് പെരിപ്ലാസം എല്ലാം ഡീജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്നിട്ട് അവസാനം എന്താ പറ്റുന്നത്? മെയിൽ ന്യൂക്ലിയസും ഊപ്ലാസവും ഇറ്റ് ഈസ് അണ്ടർ ഗോയിങ് മിയോസിസ്. മെയിൽ ന്യൂക്ലിയസ് ഓഫ് ദി യൂപ്ലാസം മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. മെയിൽ ന്യൂക്ലിയസ് undergoes meiotic division and forms 4 haploid nuclei. Okay, 4 haploid nucleus ഉണ്ടാവുന്നു. അതില് 3 ഡീജനറേറ്റ് ചെയ്ത് ചെയ്യുന്നു, ഒരെണ്ണം ഫങ്ഷണൽ ആയിട്ട് മെയിൽ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫങ്ഷണൽ മെയിലും ഫീമെയിലും ആണ് ഉണ്ടാവുന്നത് ആന്ത്രീഡിയം ആൻഡ് ഊഗോണിയത്തിൽ നിന്ന്. ഈ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ ആന്ത്രീഡിയം എത്തുന്ന ഒരു ഫെർട്ടിലൈസേഷൻ ട്യൂബ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. വിച്ച് പെനട്രേറ്റ്സ് ഊഗോണിയം വാൾ. ഊഗോണിയം വാളിൽ പെനട്രേറ്റ് ചെയ്തിട്ട് അവിടെ oospore എത്തുന്നു. ആൻഡ് കണ്ടൻസ് ഓഫ് ആന്ത്രീഡിയം ഇങ്ങനെ ഇങ്ങോട്ട് ഈ ട്യൂബിലൂടെ ഫ്ലോ ചെയ്തിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ ദാറ്റ് ഈസ് കണ്ടൻസ് എല്ലാം oosphere റിലീസ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ എന്താ നടക്കുന്നത്? ദ റിസൾട്ട്സ് ഇൻ ദി കാരിയോഗമി ആൻഡ് പ്ലാസ്മോഗമി. കാരിയോഗമി and that is infusion of nucleus and fusion of cytoplasm is taking place. അപ്പൊ അത് കഴിഞ്ഞാല് ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. അപ്പൊ സൈഗോട്ട് ബിക്കം തിക് വാൾഡ് റെസിസ്റ്റന്റ് oospore ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത്രയും പ്രോസസ് കഴിഞ്ഞിട്ട് തിക് വാൾഡ് റെസിസ്റ്റന്റ് oospore ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ oospore ഫോം ചെയ്യുന്നു, ഫെർട്ടിലൈസേഷൻ നടന്നിട്ട്. ഓക്കെ, ആൻഡ് ഇൻ സം അപ്പൊ ഇങ്ങനെ oospore ഫോം ചെയ്യുന്നു. ആൻഡ് ഇൻ സം സ്പീഷീസ് ഫെർട്ടിലൈസേഷൻ ആബ്സെന്റ് ആണ്. അവിടെ അൺഫെർട്ടിലൈസ്ഡ് എഗ് പാർത്തജനറ്റിക്കലി ഡെവലപ്സ് ഇൻ ടു oospore. അൺഫെർട്ടിലൈസ്ഡ് എഗ് ആയിട്ടാണ് oospore ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ പാർത്തനോജനറ്റിക് ഡെവലപ്മെന്റ് ആണ് അവിടെ കാണുന്നത്. ജെർമിനേഷൻ ഓഫ് oospore ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു മൈസീലിയം ആയിട്ട് ഫോം ചെയ്യുന്നു. അണ്ടർ ഹൈ ടെമ്പറേച്ചറിലാണ് oospore ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു ജേം ട്യൂബ് ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ പുതിയ മൈസീലിയം ഉണ്ടാവുന്നു. ഇത് കണ്ടില്ലേ, പുതിയ മൈസീലിയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പുതിയ മൈസീലിയം ഉണ്ടാവുന്നു, ജെർമിനേറ്റ് ചെയ്യുന്നു, മൈസീലിയം ഉണ്ടാവുന്നു. ഓക്കെ, അങ്ങനെ സെക്ഷൽ സൈക്കിള് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. ക്ലിയർ? അപ്പൊ അത്രയേ ഉള്ളൂ about sexual reproduction in Pythium. Then next we can see about next division, that is Zygomycotina.
സൈഗോമൈക്കോട്ടിന എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് എ ഗ്രൂപ്പ് ഓഫ് സീനോസൈറ്റിക് ഫംഗൈ. അപ്പൊ ടെറസ്ട്രിയൽ ആയിട്ടുള്ള സ്പീഷീസ് ആണ് കൂടുതലും കാണുന്നത്. പ്രോട്ടോസോവൻസ്, പാരസൈറ്റ്സ് ഓൺ ഫംഗൈ, പ്രോട്ടോസോവൻസ് പ്ലാന്റ്സിലെല്ലാം പാരസൈറ്റിക് ഫോംസ് ആയിട്ടാണ് കാണുന്നത്. ഇറ്റ് മേ ബി ആക്ടിങ് ആസ് സോയിൽ സാപ്രോപ്സ് അല്ലെങ്കിൽ കോപ്രോഫിലസ് അല്ലെങ്കിൽ സോയിൽ ഡങ് ഫംഗൈ എന്നൊക്കെ പറയുന്നത്. ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസം, കൗഡങ് അല്ലെങ്കിൽ ഡങ്സിലൊക്കെ വളരുന്നത്. പാരസൈറ്റിക് സ്പീഷീസ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫാക്കൾട്ടേറ്റീവ് പാരസൈറ്റ്സ് ആയിട്ടാണ് ഇത് കാണുന്നത്. ഓക്കെ, അപ്പം പിൻമോൾസ് എക്സാമ്പിൾസ്. പിൻമോൾസ് കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈസോപ്പസ്, ബ്രെഡിലൊക്കെ വളരുന്നില്ലേ അത്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇപ്പൊ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് സൈഗോമൈക്കോട്ടിന. താലസ് എന്ന് പറയുന്നത് ഇതിന്റെ ഫിലമെന്റാർ ആണ്. ഫിലമെന്റർ ആൻഡ് ഹൈഫേ ജനറലി ബ്രാഞ്ച്ഡ് ആണ്, സെപ്റ്റേറ്റ് ആണ്, മൾട്ടിന്യൂക്ലിയേറ്റ് ആണ്, സീനോസൈറ്റിക് ആണ്. ചില സമയത്ത് സെപ്റ്റ ഫോം ചെയ്യുന്നു. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഓൾഡ് മൈസീലിയത്തിലാണ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് സെപ്റ്റ ഫോം ചെയ്യുന്നു. ആൻഡ് ഹൈഫൽ ബോൾ, ഇറ്റ് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ അല്ലെങ്കിൽ കൈറ്റോസാൻ കോംപ്ലക്സ്. കൈറ്റിൻ ഓർ കൈറ്റോസാൻ കോംപ്ലക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ ഓർ കൈറ്റോസാൻ കോംപ്ലക്സ്. Then flagellated cells or motile cells are absent ആണ്. Flagellated cells അല്ലെങ്കിൽ motile cells are altogether absent. Asexual reproduction നടക്കുന്നുണ്ട് and by means of non-motile സ്പൊറാഞ്ചിയോസ്പോസ് അല്ലെങ്കിൽ അപ്ലാനോസ്പോസ് ആണ് ഉണ്ടാവുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. സ്പൊറാഞ്ചിയോസ്പോസ് അല്ലെങ്കിൽ അപ്ലാനോസ്പോസ് എവിടെയാണ് ഉണ്ടാവുന്നത്? they are produced inside the സ്പൊറാഞ്ചിയ. സ്പൊറാഞ്ചിയക്കകത്താണ് അസെക്ഷൽ സ്പോസ് അല്ലെങ്കിൽ അപ്ലാനോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ക്ലമാഡോസ്പോസ് ഫോം ചെയ്യുന്നുണ്ട്. ക്ലമാഡോസ്പോസ് ആർ ഓൾസോ ഫോം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് കംപ്ലീറ്റ് ഗാമറ്റാൻജിയൽ ഫ്യൂഷൻ. അതായത് സൈഗോസ്പോസ് ഫോം ചെയ്യുന്നു. സൂസ്പോർ ഉണ്ടാവുന്നില്ല, സൈഗോസ്പോർ ആണ് ഉണ്ടാവുന്നത്. സൂസ്പോർ ഫോർമേഷൻ ആബ്സെന്റ് ആണ് സൈഗോമൈക്കോട്ടേനയിൽ. സൈഗോസ്പോർ എന്ന് പറയുന്ന റസ്റ്റിക് ബോഡിയാണ്. അപ്പൊ ജെർമിനേഷൻ സമയത്ത് അല്ലെങ്കിൽ ഫേവറബിൾ കണ്ടീഷൻ സമയത്ത് ഇറ്റ് ജെർമിനേറ്റ് ആൻഡ് പ്രൊഡ്യൂസസ് പ്രോമൈസീലിയമായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൈസോപ്പസ് അല്ലെങ്കിൽ ബ്രെഡ് മോൾഡ് എന്ന് പറയുന്നത്. ബ്ലാക്ക് മോൾഡ്, ബ്രെഡ് മോൾഡ് എന്നൊക്കെ പറയുന്നത് പൂപ്പലില്ലേ, ദാറ്റ് ഇസ്. ഇനി ടിപ്പിക്കൽ എക്സാമ്പിള് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് റൈസോപ്പസ് കോമൺ ബ്ലാക്ക് ബ്രെഡ് മോൾഡ് അല്ലെങ്കിൽ ബ്ലാക്ക് മോൾഡ് എന്ന് പറയുന്ന സാപ്രോട്രോപിക് ഫംഗസ് ആണ്. ഇത് ബ്രെഡ്, ഡീക്കേയിങ് ഫുഡ് സ്റ്റെപ്സ്, ഇങ്ങനെ വെജിറ്റബിൾസിലൊക്കെ ഇങ്ങനെ കറുത്ത കളറിൽ വരുന്നത് കണ്ടിട്ടില്ലേ, അതാണ് റൈസോപ്പസ് എന്ന് പറയുന്ന സ്പീഷീസ്. ഇപ്പൊ മോസ്റ്റ്ലി എല്ലായിടത്തും ഈ ഫംഗസ് വളരുന്നതാണ്. കോമൺലി കാണുന്ന സ്പീഷീസ് ആണ് റൈസോപ്പസ് സ്റ്റോളനിഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് പാരസൈറ്റ് ആയിട്ട് സോഫ്റ്റ് റോട്ട് കോസ് ചെയ്യുന്നുണ്ട്. പൊട്ടറ്റോയിലെല്ലാം ഡിസീസസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ, വെജിറ്റേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാന്ന് നോക്കിയാൽ ദ പ്ലാന്റ് ബോഡി ഓഫ് റൈസോപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാപ്ലോയിഡ് ആണ്, യൂകാർപിക് മൈസീലിയം ആണ്. അപ്പൊ ഇതൊരു ഇങ്ങനെ എങ്ങനെയാണ് ഒരു സബ്സ്ട്രാക്ട്, ഇപ്പൊ ബ്രെഡിന്റെ മേലെ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിളിന്റെ മേലെ എല്ലാം ഒരു വൈറ്റ് കോട്ടണി മാസ് പോലെ ഇങ്ങനെ പൂത്ത് കാണുന്നില്ലേ, കോട്ടൺ ലൈക്ക് ഗ്രോത്ത് കാണുന്നുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് മെഷ് വർക്ക് ഓഫ് ട്യൂബുലാർ നെറ്റ് നോൺ സെപ്റ്റേറ്റ് സീനോസൈറ്റിക് ഹൈഫേ ആണ് കാണുന്നത്. സീനോസൈറ്റിക് ഹൈഫേ. സീനോസൈറ്റിക് ഹൈഫേ ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിരുന്നു. ഇറ്റ് ഇസ് ബൈ ദി ഫോർമേഷൻ ഓഫ് സ്പൊറാഞ്ചിയോസ്പോസ്. സി ഇതാണ് അതിന്റെ താലസ്. വെജിറ്റേറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സി ദിസ് ഈസ് റൂട്ട് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്നതാണ്
അവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട്, വാക്യുലേറ്റഡ് ലെയർ ഉണ്ട്. സെന്ററിലുള്ള മാസിനെയാണ് പറയുന്നത് കോളുമെല്ല. ഈ സ്പൊറാഞ്ചിയത്തിനകത്ത് ധാരാളം സ്പോർസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിനെയാണ് സ്പൊറാഞ്ചിയോഫോർ എന്ന് പറയുന്നത്. ഓക്കെ, sporangiosپores. Spores are seen inside the sporangium. പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴി നടക്കുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ബൈ ദി ഫോർമേഷൻ ഓഫ് മൈറ്റോസ്പോർസ് ഇൻ ദി സ്പൊറാഞ്ചിയ അല്ലെങ്കിൽ സ്പൊറാഞ്ചിയോസ്പോർസ് ഉണ്ടായിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ സ്പൊറാഞ്ചിയോസ്പോർ ഉണ്ടാവുന്ന സമയത്ത് ഈ സ്പൊറാഞ്ചിയോഫോറൊക്കെ സ്വെൽ ചെയ്തിട്ട് പ്രോട്ടോപ്ലാസം എല്ലാം സ്വെൽ ചെയ്ത് ഇതിന്റെ ടിപ്പിലേക്ക്, ഇത് കണ്ടില്ലേ ഈ ഹൈഫേ, ഫസ്റ്റ് വൺ ഹിയർ ഉണ്ടാവും ഈ ഹൈഫേ, ദാറ്റ് ഈസ് ഇതാണ് ഈ സ്പോർ ഉണ്ടാവുന്ന ഹൈഫേ. അപ്പൊ ഈ വെജിറ്റേറ്റീവ് ബ്രാഞ്ച് ഹൈഫയുടെ ടിപ്പിൽ ഈ സ്പൊറാഞ്ചിയോഫോർ ഉണ്ടാകാൻ പോവാണ്. അപ്പൊ ഇതെല്ലാം ഡ്യൂറിങ് ദിസ് ടൈം ഈ സ്പൊറാഞ്ചിയോസ്പോർസ് മുകളിലേക്ക് ഇങ്ങനെ സ്വെൽ ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന രണ്ട് റീജിയൻ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഒന്ന് ഡെൻസ് പെരിഫറൽ റീജിയൻ. See, this is a dense peripheral region and a vacuolated central region. See, this is a dense peripheral region. ഇതിൽ കണ്ടോ, dense peripheral region and vacuolated central region. Central region ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ പെരിഫറൽ റീജിയൻ എന്ന് പറയുന്നത് ഫെർട്ടൈൽ ആണ്. ഇതിനകത്ത് പെരിഫറൽ റീജിയനിലാണ് ഫെർട്ടൈൽ സ്ട്രക്ചേഴ്സ് കാണുന്നത്. അവിടെ ധാരാളം ന്യൂക്ലിയൈ ഉണ്ടാവുന്നു. സെൻട്രൽ റീജിയൻ എന്ന് പറയുന്നത് സ്റ്റെറൈൽ ആയിട്ടുള്ള റീജിയൻ ആണ്. അപ്പൊ അവിടെ കുറച്ച് ന്യൂക്ലിയൈ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പിന്നെന്താ അടുത്ത സ്റ്റേജിൽ ഒരു സെമി സർക്കുലർ പാർട്ടീഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഇടയ്ക്ക്. അപ്പൊ ഔട്ടർ റീജിയൻ സൂൺ ബിക്കം സ്പൊറാഞ്ചിയം ആയിട്ട് മാറുന്നു. ആൻഡ് ഇന്നർ റീജിയൻ ഫോംസ് ദി കോളുമെല്ല. അപ്പൊ ഈ ഇന്നർ റീജിയൻ കോളുമെല്ല ആയിട്ട് മാറുന്ന ഇൻ ദി സ്പൊറാഞ്ചിയം പ്രോട്ടോപ്ലാസം അണ്ടർഗോ റിപ്പീറ്റഡ് ക്ലീവേജ്. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 to 10 ന്യൂക്ലിയൈ ഫോം ചെയ്യുന്നു. അപ്പം ന്യൂക്ലിയൈ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് സെക്രീറ്റ്സ് വാൾ ഉണ്ടാവുന്നു. പിന്നെ അങ്ങനെ മൾട്ടി ന്യൂക്ലിയേറ്റ് സ്പോർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ മൾട്ടി ന്യൂക്ലിയേറ്റ് സ്പോർ ഉണ്ടാവുന്നു. അതിനെയാണ് സ്പൊറാഞ്ചിയോസ്പോർ എന്ന് പറയുന്നത്. ക്ലിയർ? സ്പൊറാഞ്ചിയത്തിനകത്ത് പ്രോട്ടോപ്ലാസം അണ്ടർഗോസ് റിപ്പീറ്റഡ് ക്ലീവേജ്. റിപ്പീറ്റ് ആയിട്ട് ക്ലീവ് ചെയ്തിട്ട് ഫോംസ് തൗസൻഡ്സ് ഓഫ് ബിറ്റ്സ്. ഈ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബിറ്റ്സ് എല്ലാം തന്നെ അതിലെല്ലാം എന്താ ന്യൂക്ലിയൈ ഉണ്ടാവും. ഓരോ ബിറ്റിലും 2 to 10 ന്യൂക്ലിയൈ കാണാൻ പറ്റും. ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇറ്റ് സെക്രീറ്റ്സ് എ വാൾ അറൌണ്ട് ഇറ്റ് ആൻഡ് ബിക്കംസ് മൾട്ടി ന്യൂക്ലിയേറ്റ് സ്പോർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് സ്പോർ ഇസ് നോൺ ആസ് സ്പൊറാഞ്ചിയോസ്പോർ. ക്ലിയർ? സ്പൊറാഞ്ചിയോസ്പോർ. അപ്പൊ സ്പൊറാഞ്ചിയോസ്പോർസ് സ്പൊറാഞ്ചിയോസ്പോർസ് മെച്യൂർ ആയി കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് കളർ ആവുന്നു. അപ്പൊ ഇത് ലിബറേറ്റ് ചെയ്യുന്നു. സ്പൊറാഞ്ചിയോസ്പോർസ് മെച്യൂർ ആയി കഴിഞ്ഞാൽ ലിബറേറ്റ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് മെയിൻ കറന്റിലൂടെ എല്ലാം ഫ്ലോ ചെയ്തിട്ട് അത് അതിനെ പറ്റിയ സബ്സ്ട്രാറ്റം കിട്ടുമ്പോൾ അവിടെ ചെന്ന് വീണ് അത് ജെർമിനേറ്റ് ചെയ്ത് പുതിയൊരു മൈസീലിയ ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ അങ്ങനെ ഈ സൈക്കിള് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. Then next we can look into sexual reproduction. Sexual reproduction. Okay. Sexual reproduction. അപ്പൊ റൈസോപ്പസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് അതിന്റെ മെയ്റ്റിംഗ് നടക്കുന്ന രണ്ട് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഹൈഫേ തമ്മിലാണ്. എന്ന് വെച്ചാല് ഈ രണ്ട് ഹൈഫേ ഇതർ ഒരു ഇതിന്റെ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ഹൈഫേ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുന്ന രണ്ട് ഹൈഫേ റീപ്രൊഡ്യൂസ് ചെയ്യാനാവുന്ന സമയത്ത് അത് അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ മെയ്റ്റിംഗ് ടൈപ്പുകളാണ് ഒരുമിച്ച് ചേരുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെ കോമ്പാക്റ്റബിൾ ഹൈഫേ എന്ന് പറയുന്നത്. അതില് ചില സ്പീഷീസ് ഓഫ് റൈസോപ്പസ് ആർ ഹോമോതാലിക് എന്ന് വെച്ചാൽ രണ്ടെണ്ണം ഒരുപോലെ തന്നെ ആയിരിക്കും കാണുന്നത്. റൈസോപ്പസ് ടോളനിഫറിലൊക്കെ കാണുന്നത്. ആൻഡ് ചിലതിൽ ചില ഹെട്രോതാലിക് ആണ്. എന്ന് വെച്ചാൽ എക്സാമ്പിൾ ഇൻ റൈസോപ്പസ് സെക്ഷുവാലിസിൽ കാണുന്നത്.
Okay, homothalicല് sexual union occurs between the hyphae of same mycelium. ഒരേ മൈസീലിയത്തിലാണ് സെക്ഷൽ യൂണിയൻ നടക്കുന്നത്. ഹെറ്ററോ മീൻസ് ഡിഫറെന്റ്. ഹെറ്ററോതാലിക് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ കോമ്പാക്റ്റബിൾ ടൈപ്പ്, ഹൈഫെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഡിസിമിലർ മേറ്റിംഗ് ടൈപ്പ്. ഇത് എവിടെ കണ്ടില്ലേ, ഒന്ന് പ്ലസും മൈനസും എഴുതിയിരിക്കുന്നത്. അപ്പൊ അതില് പ്ലസ് സ്ട്രെയിൻ ആൻഡ് മൈനസ് സ്ട്രെയിൻ, പ്ലസ് സ്ട്രെയിനും മൈനസ് സ്ട്രെയിനും, പ്ലസ് ദിസ് ഇസ് എ പ്ലസ് സ്ട്രെയിൻ ആൻഡ് ദിസ് ഇസ് എ മൈനസ് സ്ട്രെയിൻ. അപ്പൊ രണ്ട് ഹൈഫെ തമ്മിലാണ് ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ട്, രണ്ടും അടുത്തടുത്തായിരിക്കില്ല കിടക്കുന്നത്, ഒന്ന് പ്ലസ് സ്ട്രെയിൻ മൈസീലിയം, ഒന്ന് മൈനസ്. അപ്പൊ രണ്ടും ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാനാവുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ അടുത്ത് വന്ന് കോമ്പാക്റ്റബിൾ ഫോംസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് റീപ്രൊഡക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോ ഇത് രണ്ടും കൂടെ ചേർന്ന് സൈഡ് ബൈ സൈഡ് ആയിട്ട് വളരും. അപ്പൊ ഇങ്ങനെയുള്ള ഹെട്രോതാലിക് സ്പീഷീസ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ടു മാച്ചിങ് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ കം ക്ലോസ് ചെയ്തിട്ട് അത് ദേ വിൽ ഗെറ്റ് കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. ഓക്കെ, അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ നടക്കുന്നത്, അത് കണ്ടില്ലേ, ഈ മൈസീലിയത്തിന്റെ ഒരു ടിപ്പ് രണ്ടും കിടന്ന് സ്വെൽ ചെയ്തിട്ട് ഒരു ക്ലബ് ഷേപ്പ് സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നുണ്ട് ഇവിടെ. സീ ദിസ് ക്ലബ് ഷേപ്പ് സ്ട്രക്ചർ, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അപ്പൊ ഈ ക്ലബ് ഷേപ്പ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് progammetangia. Progammetangia, see this is the progammetangia. You can see the club shaped structure formed here. അപ്പൊ ഈ ഇതിന് വേറെ പേരും കൂടി ഉണ്ട്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സൈഗോഫോർസ്. അപ്പൊ ഈ സൈഗോഫോർ ഉണ്ടായി കഴിഞ്ഞാൽ സൈറ്റോപ്ലാസം, ന്യൂക്ലിയർ, മൈറ്റോകോൺട്രിയ ആൻഡ് ബാക്കി എല്ലാ കണ്ടന്റ്സും ഈ പ്രൊഗാമെറ്റാൻജിയയുടെ ഈ ഇവിടെ ടിപ്പിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതിവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു സെപ്റ്റം ഫോം ചെയ്യുന്നു. സി ഉണ്ടോ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സെപ്റ്റം ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പ്രൊഗാമെറ്റാൻജിയം ഡിവൈഡ് ചെയ്യുന്നു ടെർമിനൽ പോർഷനിൽ ആൻഡ് ഇറ്റ് ഫോംസ് എ സീനോഗാമെറ്റാൻജിയം. സി ഇവിടെ ഉള്ള സീനോഗാമെറ്റാൻജിയം ഫോം ചെയ്യുന്നു. ഈ സീനോഗാമെറ്റാൻജിയത്തിനകത്ത് കണ്ടെയ്ൻസ് ഇവിടെ ില്ലേ, അപ്പൊ ഇതെല്ലാം സൈറ്റോപ്ലാസോ, ന്യൂക്ലിയർ, മൈറ്റോകോൺട്രിയ എല്ലാം ഇവിടെ അങ്ങോട്ട് വന്ന് തിക്കായിട്ട് ഫോം ചെയ്യുന്നു. അവിടെ സെപ്റ്റ ഫോം ചെയ്യുന്നു. ഫോം ചെയ്ത് കഴിഞ്ഞാൽ സീനോഗാമെറ്റാൻജിയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സീനോഗാമെറ്റാൻജിയം. അപ്പൊ ഇതിന് ഒരു ബേസൽ പോർഷൻ ഉണ്ട്. സി ദിസ് ഇസ് ദ ബേസൽ പോർഷൻ ആൻഡ് ദിസ് ബേസൽ പോർഷൻ ഇസ് നോൺ ആസ് സസ്പെൻസർ. Okay, xenogammetangium contains a dense multinucleate and cytoplasmic mass known as xenogamete. ഇതിനെ xenogamete എന്ന് പറയുന്നത്, multinucleate mass. Xenogamete and സസ്പെൻസറിനാണെങ്കിലോ എന്താ ഉണ്ടാവുന്ന, വാക്യുലേറ്റഡ് സൈറ്റോപ്ലാസും കുറച്ച് ന്യൂക്ലിയർ മാത്രമേ കാണുള്ളൂ. അപ്പൊ ദിസ് സ്റ്റേജ് falls between two gammetangia. സെൽ വോളൊക്കെ ഡിസോൾവ് ചെയ്യുന്നു. അപ്പൊ രണ്ട് സീനോഗാമേറ്റ്സും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു ആൻഡ് ഫോംസ് എ സീനോസൈഗോട്ട്. അപ്പൊ അങ്ങനെ ഇത് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീനോസൈഗോട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇവ വോൾസൊക്കെ ഫ്യൂസ് ചെയ്ത് സീനോസൈഗോട്ട് ഉണ്ടായി. മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള സൈഗോട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, മൾട്ടി ന്യൂക്ലിയേറ്റ് സൈഗോട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ആ മൾട്ടി ന്യൂക്ലിയേറ്റ് സൈഗോട്ടിൽ സെവറൽ ഡിപ്ലോയിഡ് ന്യൂക്ലിയൈ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡ്യൂറിംഗ് ദിസ് ടൈം ദ ന്യൂക്ലിയൈ ഫ്രം ദി ഓപ്പോസിറ്റ് സ്ട്രെയിൻ, ഈ ഓപ്പോസിറ്റ് സ്ട്രെയിനിലുള്ള ന്യൂക്ലിയൈ ഗെറ്റ് ഫ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് സീനോസൈഗോട്ട് ഒരു തിക്കായിട്ടുള്ള റെസിസ്റ്റന്റ് ലെയർ, ഡാർക്ക് കളേർഡ് ഒരു വോള് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആൻഡ് ഫോംസ് സീനോസൈഗോസ്പോർ. അപ്പൊ സീനോസൈഗോസ്പോർ ഉണ്ടായി. അപ്പൊ ഈ സീനോസൈഗോസ്പോറിന് എത്ര നാൾ വേണമെങ്കിലും അഡ്വേഴ്സ് ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഡോർമന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. സീനോസൈഗോസ്പോറിന് ഡോർമന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ ഫേവറബിൾ കണ്ടീഷൻ കിട്ടുമ്പോൾ മാത്രം ഇറ്റ് ക്യാൻ ജെർമിനേറ്റ് ആൻഡ് ഗ്രോ ഇൻ ടു എ ന്യൂ മൈസീലിയം. ഓക്കെ, അപ്പൊ ജെർമിനേറ്റ് ചെയ്ത് പുതിയ മൈസീലിയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജെർമിനേഷൻ ഡിപ്ലോയിഡ് സൈഗോസ്പോർ അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ. അങ്ങനെ തന്നെ ജെർമിനേറ്റ് ചെയ്യല്ല, മിയോട്ടിക് ഡിവിഷൻ നടന്ന് ഹാപ്ലോയിഡ് ന്യൂക്ലിയ ആവുന്നു. അപ്പം സ്പോർ വാളൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഫിയ ഫോം ചെയ്യുന്നു. ഫോംസ് പ്രോമൈസീലിയം ആൻഡ് സ്പൊറാഞ്ചിയം ഉണ്ടാവുന്നു. സൈഗോസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ കണ്ടില്ലേ, സൈഗോസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ജേംസ്പൊറാഞ്ചിയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സൈഗോസ്പൊറാഞ്ചിയത്തിനകത്തുനിന്ന് ധാരാളം യൂണിന്യൂക്ലിയേറ്റഡ് സ്പോർസ് ഉണ്ടാവുന്നു. അതില് 50% പ്ലസ് സ്ട്രെയിനും 50% മൈനസ് സ്ട്രെയിനും അങ്ങനെയല്ലേ ഇത് ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ 50% പ്ലസ് സ്ട്രെയിനും 50% നെഗറ്റീവ് സ്ട്രെയിനും ഉള്ള സ്പോർസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് പിന്നീട് മൈറ്റോസിസ് നടന്ന് സ്പോർസ് മൾട്ടിന്യൂക്ലിയേറ്റഡ് ആവുന്നു. പിന്നെ ഇതേപോലെ തന്നെ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ സ്പോർ ജെർമിനേറ്റ് ചെയ്യുന്നു. റെസ്പെക്റ്റീവ് സ്ട്രെയിൻസ് ഓഫ് മൈസീലിയ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ റൈസോപ്പസിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു.
അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് മിക്സോമൈക്കോട്ട, മാസ്റ്റിഗോമൈക്കോട്ട ആൻഡ് സൈഗോമൈക്കോട്ട. മിക്സോമൈക്കോട്ടയിലെ പ്ലാസ്മോഡിയത്തിന്റെ ക്യാരക്ടേഴ്സ് ആണ് പറഞ്ഞിരുന്നത്. മാസ്റ്റിഗോമൈക്കോട്ടയിലെ പിത്തിയം ടൈപ്പിന്റെ ക്യാരക്ടർ, റീപ്രൊഡക്ഷൻ, അതായത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞു. പിന്നെ സൈഗോമൈക്കോട്ടയില് നമ്മൾ റൈസോപ്പസിന്റെ ക്യാരക്ടേഴ്സ് ആണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതില് സ്പൊറാഞ്ചിയം ഉണ്ടാവുന്നതും സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് റൈസോപ്പസിന്റെ. ദാറ്റ് ഇസ് ആ പ്ലസ് സ്ട്രെയിനും മൈനസ് സ്ട്രെയിനും ഫ്യൂസ് ചെയ്ത് സീനോസൈഗോസ്പോർ ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം പറഞ്ഞത് താങ്ക് യു.